എല്ലാവർക്കും നമസ്കാരം. E20 പെട്രോളിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ദീർഘകാലമായി ഞങ്ങളോട് അനേകരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പഠിച്ചിട്ട് വീഡിയോ ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതിനായിട്ടുള്ള പഠനങ്ങൾ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ഇറക്കുന്നത്. പരമാവധി വാഹനമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് ചെല്ലണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളത് ചെയ്താൽ വലിയ സന്തോഷമാണ്. ഒരു ഇന്ധനം പൂർണ്ണമായിട്ട് കത്തിയാൽ, ഇച്ചിരൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ജ്വലനം നടന്നാൽ, കാർബൺ ഡയോക്സൈഡും നീരാവിയും മാത്രമേ പുറത്തു വരാവൂ. എന്നാൽ മിക്ക ഇന്ധനങ്ങളും പൂർണ്ണമായി കത്താറില്ല. അതാ സത്യം. അതാണ് വലിയ പ്രശ്നങ്ങളും. പിന്നെ ക്രൂഡ് ഓയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇന്ധനങ്ങളെ എല്ലാം വിളിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളെന്നാണ്. ഈ ഫോസിൽ ഇന്ധനങ്ങളിൽപ്പെട്ട ഡീസലോ പെട്രോളോ മണ്ണെണ്ണയോ ഒക്കെ കത്തുമ്പോൾ അതിനകത്തുനിന്ന് വെളിയിൽ വരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, രണ്ടാമത്തെ വാതകം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്, മൂന്നാമത് പുറത്തു വരുന്നത് കത്താതെ പോകുന്ന ഇന്ധനത്തിൻ്റെ തന്മാത്രകൾ അഥവാ ഹൈഡ്രോ കാർബൺസ്, നാലാമത് വെളി വരുന്നത് നൈട്രജൻ്റെ ഓക്സൈഡുകൾ, അഞ്ചാമത്തേത് കാർബൺ അല്ലെങ്കിൽ കരി, ആറാമത്തേത് സൾഫർ ഡയോക്സൈഡ്. ഇനി ഹരിയാനയിലെയും പഞ്ചാബിലെയും മഹാരാഷ്ട്രയിലും ഒക്കെ കൃഷിക്കാർ അവരുടെ ഗോതമ്പ് പാടങ്ങളിലും കരിമ്പ് തോട്ടങ്ങളിലെയൊക്കെ വേസ്റ്റും കച്ചിയും ഒക്കെ കൃഷിസ്ഥലത്തെ ബാക്ടീരിയയെ നശിപ്പിക്കാൻ എന്ന പേരിലും ഇതെല്ലാം കത്തി ചാരവും കരിയും ഒക്കെ ആകുമ്പോൾ മുന്നിലോട്ടുള്ള കൃഷിക്ക് പറമ്പിൽ വളവുമാകുമെന്ന രീതിയിലും ഇവരിത് കത്തിക്കും. നിങ്ങൾക്കറിയാമല്ലോ, പുകയ്ക്ക് വായുവിനേക്കാൾ കട്ടി കുറവാണ്. അതുകൊണ്ടാണ് ഈ പുക കത്തിക്കുമ്പോഴേ മുകളിലോട്ട് കയറുന്നത്. ഇത് പൊങ്ങി അന്തരീക്ഷത്തെ അങ്ങ് മൂടും. ഈ കത്തിക്കുന്ന സാധനങ്ങളുടെ പുകയും വാഹനങ്ങളുടെ പുകയും എല്ലാം കൂടെ ചേർന്നാണ് ഡൽഹിയിലെ അന്തരീക്ഷത്തിൽ പകൽ പോലും കാഴ്ച മറയുന്ന വിധം പുകപടലങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കാഴ്ച മറയുന്നതിനെക്കൂട്ട് സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ആ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഞാനൊരു കാര്യം തീർത്ത് പറയാം. BJP ഗവൺമെൻറ് ആണെങ്കിലും കോൺഗ്രസ് ഗവൺമെൻറ് ആണെങ്കിലും ഇതല്ല വേറൊരു മുന്നണിയുടെ ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യ മുഴുവൻ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിന് പരിഹരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഡൽഹിയിൽ അല്ലെങ്കിൽ ഈ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലൊക്കെ മലിനീകരണ സാധ്യത കൂടുതലുള്ള വാഹനങ്ങളൊന്നും ഓടാൻ സമ്മതിക്കാത്തത്. പഴയ വണ്ടിക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തിയത് അതുകൊണ്ടാണ്. അതിൻ്റെ ബാക്കി പത്രമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലുമുള്ള പഴയ വാഹനങ്ങളെല്ലാം കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യക്കാർക്ക് വേണ്ടാത്ത അവിടെ മലിനീകരണം ഉണ്ടാക്കുന്ന സകല ചപ്പ് ചടാക്കും കേരളത്തിൽ കൊണ്ടുവന്ന മലയാളിയുടെ പുറത്തോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി നമ്മുടെ അടുക്കളകളിൽ കത്തിക്കുന്ന LPG കത്തിയാലും അതിനകത്തുനിന്ന് പുറത്തു വരുന്ന പുകയ്ക്കകത്ത് ഏതൊക്കെ വാതകങ്ങളുണ്ടെന്ന് നോക്കാം. അതിനകത്തും പ്രധാനമായിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തു വരും. പിന്നീട് കാർബൺ മോണോക്സൈഡും ഉണ്ട് അതിനകത്ത്, സൾഫർ ഡയോക്സൈഡും ഉണ്ട്. ഈ LPG എന്ന് പറയുന്നത് ശരിക്കും ഒരു മണമില്ലാത്ത വാതകമാണ്. അതിന് മണം വരാൻ വേണ്ടി ചേർക്കുന്ന ഏജൻ്റാണ് ഈഥയിൽ മെർക്കാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സാധനം ചേർക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ മണം നമുക്കുള്ളത്. അല്ലെങ്കിൽ ഈ ഗ്യാസ് ചോർന്നാലൊന്നും നമുക്കറിയില്ല. ഈ ഈഥയിൽ മെർക്കാപ്റ്റൻ ചേർക്കുന്നത് കൊണ്ടാണ് സൾഫർ ഡയോക്സൈഡ് വെളി വരുന്നത്. വിറക് കത്തുമ്പോഴും കൽക്കരി കത്തുമ്പോഴും ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴും ഒക്കെ ഈ പറഞ്ഞ സൈസ് വാതകങ്ങൾ വെളി വരുന്നുണ്ട്. ഇനി ഈ പെട്രോളിനെ കുറിച്ച് പറയാം. എന്ന് പറഞ്ഞാൽ എത്തനോളിനെ കുറിച്ച് പറയാം. പെട്രോളിനകത്ത് ചേർക്കുന്ന ശരിക്കും ഇതൊരു റെക്ടിഫൈഡ് സ്പിരിറ്റാണ് എത്തനോൾ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച ഒരു സ്പിരിറ്റാണ്. ഈ എത്തനോൾ കത്തുമ്പോൾ പുകയിലൂടെ പുറത്തു വരുന്ന വാതകങ്ങളെക്കുറിച്ച് പറയാം. അത് കാർബൺ ഡയോക്സൈഡാണ് പ്രധാനമായിട്ട്. പിന്നെ അസൽറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞ ഒരു വാതകം, ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു വാതകം,
കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, കത്താത്ത ഹൈഡ്രോ കാർബൺസ്, ഇതൊക്കെ അതിനകത്തുനിന്ന് പുറത്തു വരും. ഇനി ഫോസിൽ ഇന്ധനങ്ങളായ ഡീസലും പെട്രോളും മണ്ണെണ്ണയും ഒക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന മലിനീകരണത്തെക്കാൾ വളരെ മലിനീകരണം കുറവാണ് എത്തനോൾ കത്തുമ്പോൾ. അതാണ് അതിൻ്റെ കാര്യം. ഈ എത്തനോൾ ശരിക്കും സ്പിരിറ്റാണ്. ആളിന് കുടിക്കാൻ പറ്റുന്ന, ബ്രാൻഡി ഉണ്ടാക്കാൻ പറ്റുന്ന സ്പിരിറ്റല്ല. എന്നാൽ മദ്യദുരന്തങ്ങളിലെ വില്ലൻ ഈ എത്തനോളിൻ്റെ വേറൊരു ഫോമായ മെത്തനോളാണ്. എത്തനോൾ പെട്രോളിൻ്റെ വേഗതയിൽ കത്തുകയില്ല, അത്രയും തീവ്രതയിലും കത്തുകയില്ല. പക്ഷേ ഇത് കത്തും. കത്തുന്നത് കൊണ്ട് അതിനനുസരിച്ച് വാഹനത്തിൻ്റെ എൻജിന് ട്യൂണിങ് വേണം. എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ടൈമിങ് ചെയ്യണം. E20 എന്ന് പറഞ്ഞാൽ പെട്രോളിനകത്ത് 20% എത്തനോൾ ചേർത്തുന്നതാണ്. E5 മുതൽ E100 വരെ 5% തൊട്ട് മുകളിലോട്ട് എത്ര വേണമെങ്കിലും എത്തനോൾ പെട്രോൾ ചേർക്കാം. ഇനി എത്തനോൾ തന്നെ ഇന്ധനമായിട്ട് ഉപയോഗിച്ചാലും വാഹനം ഓടും. ഇനി എവിടുന്ന് എത്തനോൾ കിട്ടും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും നല്ല മറുപടി, ഏത് ചീഞ്ഞ വസ്തുവിൽ നിന്നും എത്തനോൾ ഉണ്ടാക്കാം. ഈ ഓടകളിലെ ചീഞ്ഞ വെള്ളത്തിലെല്ലാം എത്തനോളുണ്ട്. നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഓട മാലിന്യങ്ങളിൽ നിന്ന് എത്തനോൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇച്ചിരൂടെ ആധികാരികമായിട്ട് നോക്കിയാൽ കരിമ്പ്, ഗോതമ്പ്, ചോളം, ബാർലി ഉൾപ്പെടെ എല്ലാ ധാന്യങ്ങളിൽ നിന്നും എത്തനോൾ ഉണ്ടാക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചീഞ്ഞ് കിടക്കുന്ന റേഷനരി തിരിച്ചു കൊണ്ടുപോയാൽ പോലും എത്തനോൾ ഉണ്ടാക്കാം. ഇനി എൻ്റെ ഒരു ചരിത്രം പറയാം. 1948 മെയ് മാസം 14 ഇസ്രയേൽ എന്ന രാജ്യം രൂപം കൊണ്ടു. രൂപം കൊണ്ട ഉടനെ തന്നെ അറബ് ലോകം ഇവരുമായിട്ട് കയറി യുദ്ധം ചെയ്തു. ആദ്യത്തെ യുദ്ധം നിങ്ങൾക്കറിയാമല്ലോ, 6 ദിവസം കൊണ്ട് ഇസ്രയേൽ ജയിച്ചു. ആ യുദ്ധം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും അറബ് ലോകവുമായിട്ട് ഇസ്രയേലിന് യുദ്ധം ഉണ്ടായി. രണ്ടാമത്തെ യുദ്ധവും ഇസ്രയേൽ ജയിച്ചെങ്കിലും ആ യുദ്ധം തീർന്നതിന് ശേഷം ദീർഘകാലത്തേക്ക് ഇസ്രയേലിന് അറബ് രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ കൊടുത്തില്ല. ഒരു കാര്യമുണ്ട്, ഇസ്രയേലിന് അന്നും ഇന്നും കാര്യമായ ക്രൂഡ് ഓയിൽ ഖനനം അവർക്കില്ല. അവരുടെ ഭൂമിക്കടിയിൽ അങ്ങനെ ക്രൂഡ് ഓയിൽ അധികം ഇല്ല. ആ സമയത്ത് ഈ ക്രൂഡ് ഓയിൽ കൊടുക്കാതെ ഇരുന്ന ദീർഘകാലം ഇസ്രയേലിൽ വാഹനങ്ങൾ ഓടിച്ചത് എത്തനോളിലും നാച്ചുറൽ ഗ്യാസിലുമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, സൗത്ത് ആഫ്രിക്കയിൽ പെട്രോൾ ഉണ്ടാക്കുന്നത് കൽക്കരിക്കകത്തുനിന്നാണ്. ഈയിടെ എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ പെട്രോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇതും ഇസ്രയേലിൻ്റെ ടെക്നോളജിയാണ്. ആ ടെക്നോളജി അവർ വെളിയിൽ കൊടുക്കുകയല്ല, അതുകൊണ്ട് അവിടെ അവർ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് തോന്നുന്നത്. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയാം. ഈ 20%, 30%, 5% എത്രയെങ്കിലും, ഇപ്പം നമ്മുടെ ഇവിടെ പറയുന്ന E20 20%, ഇങ്ങനെ ചേർത്ത പെട്രോള് കാർബറേറ്ററുള്ള വാഹനങ്ങൾക്ക് നല്ലതല്ല. ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. എത്തനോളിൻ്റെ ബാഷ്പീകരണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ എത്തനോൾ ബാഷ്പീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം കാർബറേറ്ററിൻ്റെ അലുമിനിയം ഭാഗങ്ങളുമായി ചേർന്ന് അലുമിനിയം ഓക്സൈഡുകളായി മാറും. ഈ അലുമിനിയം ഓക്സൈഡുകളെയാണ് നമ്മൾ ഈ വെള്ളപ്പൊടി എന്ന പേരിൽ നമ്മൾ പറയപ്പെടുന്ന, അല്ലെ വർഷോപ്പുകാരൻ പറയുന്ന രാസപദാർത്ഥം. ഈ പൊടി കാർബറേറ്ററിൻ്റെ ജെറ്റ് എന്ന് പറഞ്ഞാൽ, കാർബറേറ്ററിന് നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പം അല്ലെങ്കിൽ ആക്സിലേറ്റർ ചവിട്ടുമ്പം കാർബറേറ്ററിനകത്ത് ഒരു വലിവുണ്ടാകും. ആ വലിവുണ്ടാകുമ്പം അത് കാർബറേറ്ററിലോട്ട് പെട്രോൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ പേര് ജെറ്റ് എന്നാണ്. ആ ജെറ്റ് ഈ പെട്രോൾ ആവശ്യാനുസരണം സപ്ലൈ ചെയ്യുന്ന ആ ജെറ്റ് ഈ പൊടി എന്നങ്ങ് ബ്ലോക്കാവും. അന്നേരം എന്നാ സംഭവിക്കുക വെച്ചാൽ, വണ്ടിക്ക് മിസ്സിങ് വരും, ആക്സിലേറ്റർ ശരിക്ക് വർക്ക് ചെയ്യുകയില്ല, വണ്ടി വലിക്കുകയില്ല. ഇതൊക്കെയാണ് വരുന്ന കംപ്ലൈൻറ്റുകൾ. ഇതിന് പരിഹാരമുണ്ട് കേട്ടോ. E20 കാർബറേറ്ററുകൾ വാങ്ങാൻ കിട്ടും. നിലവിലുള്ള കാർബറേറ്ററുകൾ മാറ്റി E20 കാർബറേറ്ററുകൾ പിടിപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ പ്രശ്നമുണ്ടായി. അതിന് ആക്സിലേറ്റർ കിട്ടുകയില്ലായിരുന്നു, റേസ് ആകുകയില്ല. ഒരു തരത്തിൽ ഉന്തി ഉരുട്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നപ്പോൾ അഴിച്ചപ്പോഴേ അവർ പറഞ്ഞു, കാരണം ഇതാണ്, ഇതങ്ങ് മാറ്റിയേക്കാൻ പറഞ്ഞു. ബുള്ളറ്റാണ്, അതിന് പുതിയ E20 കാർബറേറ്റർ വെച്ച് അതിന് 5,000-6,000 രൂപ കണ്ടായി. അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.
ഇനി ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉള്ള വാഹനങ്ങൾ ദീർഘകാലം ഓടാതെ കിടന്നാൽ ചിലപ്പോൾ ഈ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ ഭാരത് സ്റ്റേജ് 2 മുതലുള്ള വാഹനങ്ങൾക്ക് ഈ കംപ്ലൈൻറ്റ് കുറവാണ്. കാർബറേറ്ററുകൾ ഉണ്ടാക്കുന്നത് അലുമിനിയം അലോയ് എന്ന മെറ്റൽ കൊണ്ടാണ്. എന്നാൽ ഈ അലുമിനിയം അലോയ്ക്കകത്തെ അലുമിനിയത്തിന് പ്രശ്നമുണ്ട് E20 പെട്രോൾ ചെല്ലുമ്പോൾ. അതുകൊണ്ട് കാർബറേറ്റർ ഉള്ള കാറുകളെ അല്ല വാഹനങ്ങളെ പൊതുവെ ഈ E20 പെട്രോൾ ബാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിലവിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പ്രകൃതി സൗഹൃദ ഇന്ധനം എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ഇന്ധനമാണ് എത്തനോൾ, അല്ലെങ്കിൽ എത്തനോൾ ചേർന്ന പെട്രോൾ. പെട്രോൾ കടന്നു പോകുന്ന ഈ E20 പെട്രോൾ കടന്നു പോകുന്ന പെട്രോൾ പൈപ്പുകളൊക്കെ വണ്ടുകൾ കിഴിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ കാരണം ഈ എത്തനോളിനകത്ത് ഫെറമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ജീവികൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ഫെറമോൺ. ഇതിൽ ആകർഷിക്കപ്പെട്ടിട്ട്, ഈ ഫെറമോൺ എന്ന ഹോർമോണിൽ ആകർഷിക്കപ്പെട്ടിട്ടായിരിക്കാം വണ്ടുകൾ വന്ന് ഈ വാഹനങ്ങളുടെ പൈപ്പുകൾ കിഴിക്കുന്നത്. എൻ്റെ ഒരു കാറിൻ്റെ പൈപ്പും ഒരിക്കൽ വണ്ട് കിഴിച്ച് പെട്രോൾ ലീക്കായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇനി രാജ്യത്തിന് ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറയാം. നമ്മൾ വിദേശത്ത് നിന്ന് ഈ ക്രൂഡ് ഓയിൽ മേടിക്കുന്നത് മുഴുവൻ ഇന്ത്യൻ രൂപ കൊടുത്തല്ല, വിദേശ കറൻസി കൊടുത്ത് അല്ലെങ്കിൽ ഡോളർ കൊടുത്താണ്. ഇന്ത്യയുടെ ഫോറിൻ കറൻസി, വിദേശ നാണയം വളരെയധികം ലാഭിക്കാൻ നമ്മൾ എത്തനോൾ ഉപയോഗിക്കുകയാണെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ വിദേശ നാണ്യം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കകത്താണ്. ഇനി ഇതിനകത്ത് വിവാദം എന്താണെന്ന് പറയാം കേട്ടോ. അത് പ്രധാനമായും രാഷ്ട്രീയ മുതലെടുപ്പാണ്. മുമ്പോട്ട് ഇന്ത്യ ഇനി ആര് ഭരിച്ചാലും എത്തനോൾ ചേർത്ത പെട്രോൾ ഇന്ധനമായി ഉപയോഗിക്കേണ്ടി വരും. അത് യാഥാർത്ഥ്യമാണ്. ഈ എത്തനോൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ച രാജ്യങ്ങൾ ഇസ്രയേൽ, അർജൻറ്റീന, ബ്രസീൽ, ചില ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ദീർഘകാലം വാഹനങ്ങൾ ഈ എത്തനോൾ ചേർത്ത പെട്രോളോ അല്ലെ എത്തനോളിലൊക്കെ ഓടിച്ചിട്ടുണ്ട്. ശരിക്കും ജല ആണവ ഇന്ധനം ഒഴിച്ച് ലോകത്തിലുള്ള എല്ലാ ഇന്ധനങ്ങളും ഹൈഡ്രജൻ പ്ലസ് കാർബൺ സമം ഹൈഡ്രോ കാർബൺ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ ടെക്നിക്കൽ വശം അതാണ്. എൻജിനുകളിൽ ഈ ഹൈഡ്രോ കാർബണും ഓക്സിജനും ചേർന്ന് കത്തും. വായുവിലുള്ള ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കും. അതിനായി എയർ ഫിൽട്ടർ വെച്ചിരിക്കുന്നത്. എയർ ഫിൽട്ടറിൽ കൂടെ ഈ ഓക്സിജൻ വന്നില്ല, ഇത് കത്തുകല. ഹൈഡ്രോ കാർബൺസ് ഓക്സിജനുമായി ചേർന്ന് കത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഊർജം എൻജിൻ കറങ്ങാനെടുക്കും, ഉപയോഗിക്കുന്നു. ബൈ പ്രൊഡക്റ്റായിട്ട് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് നീരാവി ഉണ്ടാകുന്നു. മിക്കവാറും കാറുകളുടെയൊക്കെ സൈലൻസറിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് 2-3 തുള്ളി വെള്ളം പുറത്ത് വരുന്നത് കണ്ടിട്ടില്ലേ? അതിങ്ങനെ ഉണ്ടാകുന്ന നീരാവിയാണ്. അത് തണുത്ത് കഴിയുമ്പോൾ വെള്ളമായിട്ട് വരും. അതാ സംഭവം. ഇനി കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡയോക്സൈഡായും കാർബൺ മോണോക്സൈഡായിട്ടും പുറത്തു വരും. കാർബൺ മോണോക്സൈഡ് മാരകമായ ഒരു വിഷവാതകമാണ്. ഇന്ധനത്തിലുള്ള സൾഫറും ഓക്സിജനും കൂടെ ചേർന്നിട്ട് സൾഫർ ഡയോക്സൈഡായി പുറത്തു വരും. ഇതും മാരകമായ വിഷവാതകമാണ്. വായുവിലുള്ള നൈട്രജനും ഓക്സിജനുമായി ചേർന്ന് നൈട്രിക് ഓക്സൈഡുകളും പുറത്തു വരും. ഇത് മാരകമായ വിഷമാണ്. അതായത് E20 പെട്രോളും അത് ചേർക്കുന്ന ഇന്ധനങ്ങളും പ്രധാനമായിട്ട് ബാധിക്കാൻ പോകുന്നത് 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളെയാണ്. നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിന് 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിച്ചു പോകണം എന്നത് യാഥാർത്ഥ്യമാണ്. എന്ന് മാത്രമല്ല, കാർബൺ മോണോക്സൈഡ് ഉൾപ്പെടെയുള്ള വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി ഇല്ലെന്നാക്കണം. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, പരമാവധി ഈ വൈദ്യുതി കൊണ്ട് ഓടുന്ന വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. ഈ ബസ്സുകളും എല്ലാം ഇലക്ട്രിക്കോ പെട്രോൾ ഹൈബ്രിഡോ ആക്കി മാറ്റണം. ഡീസലിൽ നിന്ന് പരമാവധി അധികം മാലിന്യങ്ങൾ പുറത്തു വരും. ഇലക്ട്രിക് മെട്രോ ട്രെയിനുകൾ ധാരാളം ഉപയോഗിക്കണം. സോളാറിൽ നിന്നുള്ള വൈദ്യുതി പരമാവധി ഉൽപ്പാദിപ്പിക്കണം.
അതിനൊരു പരിധിവരെ വേണമെങ്കിൽ പലിശരഹിത ലോണുകൾ ഗവൺമെൻറ് തന്നെ നൽകണം. സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് യാതൊരുവിധ നികുതികളും ഫീസുകളും ഗവൺമെൻറ് ഏർപ്പെടുത്തരുത്. ഓരോ ഉത്തരവാദിത്തമുള്ള പൗരനോടും പറയട്ടെ, നിങ്ങൾ പരമാവധി ചപ്പുചവറുകൾ കത്തിക്കരുത്. പ്ലാസ്റ്റിക് ഒരു കാരണവശാലും കത്തിക്കരുത്. നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിന് ഗവൺമെൻറ് മാത്രം ശ്രമിച്ചാൽ പോരാ. പൗരബോധമുള്ള ഓരോ പൊതുജനത്തിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നിലവിൽ ലഭിക്കാനുള്ള ഇന്ധനങ്ങളിൽ ഏറ്റവും എക്കോ ഫ്രണ്ട്ലിയായ ഇന്ധനമാണ് എത്തനോൾ. വാഹനങ്ങൾക്ക് അല്പ ഇന്ധനക്ഷമത കുറയാം, ചില പാർട്സുകൾക്ക് ഡാമേജും വരാം. എന്നിരുന്നാലും പ്രകൃതിക്ക് ഫോസിൽ ഇന്ധനങ്ങൾ വരുത്തുന്ന ദോഷത്തിൻ്റെ വളരെ കുറച്ചേ എത്തനോൾ വരുത്തുകയുള്ളൂ. പുതുതായി ഉണ്ടാക്കുന്ന വാഹനങ്ങൾ മുഴുവൻ ഇത്തരം ഇന്ധനങ്ങൾ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് പുതിയ വാഹനങ്ങൾ കയ്യിലുള്ളവർക്കൊന്നും ഇതിനെ പേടിക്കേണ്ട കാര്യമേ ഇല്ല എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം. ആയതിനാൽ എത്തനോളിനെ ഭയപ്പെടേണ്ട, എത്തനോൾ ചേർത്ത E20 പെട്രോളിനെ ഭയപ്പെടേണ്ട എന്നതാണ് ഞങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയ ഇതിൻ്റെ ശാസ്ത്രീയ വശം. നമ്മൾ നിഷ്പക്ഷമായിട്ട് പറയുമ്പം. എന്നാൽ 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾക്ക്, അത് ഈ യൂറോ 2 സ്റ്റാൻഡേർഡിന് പുറകിലോട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ മലിനീകരണം വളരെ കൂടുതലാണ്. അത് നമ്മുടെ അന്തരീക്ഷം മലിനമാക്കുമ്പോൾ അതിൻ്റെ പേരിലുള്ള ശ്വാസകോശ രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും ഒക്കെ ഉൾപ്പെടെ മാരകമായ രോഗങ്ങൾക്ക് നമ്മൾ അടിമകളാകാതിരിക്കാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നടപടികളെ നമ്മൾ എതിർക്കേണ്ടെന്ന് തന്നെയാണ്, ഇത് നല്ലതാണെന്നുമാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ അഭിപ്രായം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.